നമസ്കാരം. അപ്പൊ നാളത്തേക്കുള്ള നിഫ്റ്റി ട്രേഡ് സെറ്റപ്പും ഇമ്പോർട്ടന്റ് ലെവൽസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലെവൽസ് ഒക്കെ നമുക്ക് നാളത്തേക്കും അടുത്ത ഒരു 1-2 ദിവസങ്ങളിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ലെവൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 15-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം നാളത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്, നാളത്തെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഈ 24,220 മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ലോങ് റണ്ണിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയിപ്പോ മാർക്കറ്റ് എന്താണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എന്താണ് പ്രൈസ് റിജക്ഷൻ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നാളെ എന്താണ് ഒരു CPR-ന്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം CPR ഉണ്ടെന്നുണ്ടെങ്കിൽ CPR-ഉം കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്താണ് ഒരു ലോങ് റൺ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ CPR ഉണ്ടെന്നുണ്ടെങ്കിൽ CPR-ന്റെ ബോട്ടം CPR-ന്റെ താഴെയായിട്ട് ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ എൻട്രി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 24,100 എന്ന് പറയുന്ന ലെവലാണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ അതുപോലെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെന്ന് 24,344 എന്ന് പറയുന്ന ലെവൽ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്ത ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് മുകളിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ അടുത്തൊരു നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഈ ഒരു 24,344 ലെവല് അല്ലെങ്കിൽ 24,350 എന്ന ഏരിയ നമുക്ക് എടുക്കാം. ആ ഒരു ലെവൽ മാർക്കറ്റ് മുകളിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ലോങ് റൺ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 24,470 എന്ന് പറയുന്ന ലെവലാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്താണ് ഒരു പ്രൈസ് റിജക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പിന്റെ ഒരു ബോർഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 24,471 മുതൽ 24,680 എന്ന് പറയുന്ന ഏരിയ ഗ്യാപ്പിന്റെ ബോർഡർ ആണ്. അപ്പൊ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. ആ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ എന്തായിട്ട് ആക്ട് ചെയ്യും മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ ആ ഒരു ലെവൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ബോർഡർ ആ ഒരു ലെവൽ എന്താണ് നമ്മൾ മൈൻഡിലേക്ക് ഒന്ന് വെക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ്. അപ്പം ഇവിടുന്നൊക്കെ പ്രൈസ് റിജക്ഷൻ വരുവാണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സെല്ലിംഗ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല ഒരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അത് മുകളിലോട്ടുള്ള മൂവ്മെന്റ് എടുക്കുന്ന സമയത്ത് 24,500 ലെവലും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. ആ ലെവലിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് 24,080 ലെവലിൽ മാർക്കറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ 50 SMA സിമ്പിൾ മൂവിംഗ് ആവറേജ് ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് റീട്രേസ് ചെയ്ത ആ ഒരു ലെവലിലൊക്കെ പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഒന്ന് മൈൻഡിൽ വെക്കുക. അതേപോലെ തന്നെ താഴേക്ക് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ 23,980 മുതൽ 23,900 എന്ന് പറയുന്ന ഒരു ഏരിയ എന്താണ് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നൊക്കെ എന്താണ് മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നൊക്കെ പ്രൈസ് റിവേഴ്സ് ആകുന്ന കാണുവാണെങ്കിൽ അവിടെയും എന്താണ് ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവലിൽ താഴെയായിട്ട് മാർക്കറ്റ് എന്താണ് ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം എൻട്രി എടുക്കുക. അപ്പം ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ലെവൽസ്. അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഡയറക്ഷൻ സെയിം ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.